ടു മൈ ചാനൽ. അപ്പം ഞാൻ വീണ്ടും വന്നിരിക്കുന്നു പുതിയൊരു ഗെയിമായിട്ട്. ഇതാണ് ഓഫ് റോഡ് ഔട്ട്ലേസ്. ഒരു കിടില ഓഫ് റോഡ് ഗെയിമൊക്കെയാണ്. ഇത് കുറേ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ആദ്യം നമുക്ക് ഒരു വണ്ടി ഉണ്ടാവില്ല. ഇപ്പം നമുക്ക് ഫ്രീ ആയിട്ട് ഏതെങ്കിലും ഒരു വണ്ടി സെലക്ട് ചെയ്യാം. ഞാൻ ഓൾറെഡി ബൈക്ക് എടുത്തിട്ടുണ്ട്. ബൈക്ക് വിറ്റപ്പോൾ ഒരു തുള്ളി കാശ് എനിക്ക് കിട്ടിയില്ല. ബഗ്ഗി എടുത്തിട്ടുണ്ട്. ബഗ്ഗിന് ഞാൻ പാളിപ്പോയി. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് എന്ത് ചെയ്യാം, കാർ എടുക്കാം. ഓക്കെ, അപ്പോൾ ലൈക്ക് ചെയ്യാത്തവർക്ക് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടനൊക്കെ അടിച്ചൊന്ന് പൊളിക്കി. ഒന്നും നോക്കണ്ട. ഓ, ട്രയലെത്തി. ഇതിൽ എനിക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഒറ്റൻ്റെ സ്ഥലം ഒന്ന് എത്തട്ടെ. വേണ്ട, ഐഷ് ക്യാൻസൽ. ഇനി കീപ് ഡ്രൈവിങ്. ഇതാ ഗൈസ്, ഇങ്ങനെ ചില വണ്ടികളെടുത്ത് ഇതുപോലത്തെ കയറ്റൊക്കെ കയറ്റാൻ പാടായിരിക്കും. ചിലതിനെ ഈ കയറ്റമൊന്നും തീരെ കയറിയില്ല. അതേസമയം നമ്മൾ ഗിയർ ലോയിലേക്ക് ആക്കുക, എന്നിട്ട് 4 വീൽ അപ്ലൈ ചെയ്താൽ അധികമൊന്നും തീരെ പാടില്ലാണ്ട് കയറും. കണ്ടോ, നേരത്തെ അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. നേരത്തെ നമ്മൾ 4 വീലാക്കാണ്ട് ഹൈ ഗിയറിലിട്ട് കയറ്റുന്നതിനെക്കാട്ടും ഉള്ള ഡിഫറൻസ് മനസ്സിലാവും. ഞാൻ അപ്പോൾ നോർമലിലാക്കി, ഹൈയിലാക്കി. അയ്യോ, ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. കയറ്റുവാണ്, കയറുന്നില്ല. അത് ഒരു തുള്ളി കയറില്ല അത് മുകളിലേക്കൊന്നും. അപ്പോൾ കഴിച്ച് ഞാൻ 4 വീലാക്കി ലോയിലാക്കിയാൽ നോക്കി ഒരു കുഴപ്പമില്ലാണ് മൂപ്പര് കയറി പോവുക. നമ്മളെ വണ്ടി ഇത്തിരി കുഴപ്പമില്ലല്ലേ. അത്യാവശ്യം നല്ല കിട്ടില്ല വണ്ടിയാ. ഇവിടെ അതാ അടുത്തതുണ്ട്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ, ഈ ഗെയിം കുറെ പേര് കളിക്കുന്നുണ്ട്. റിയൽ ലൈഫിൽ വണ്ടി ഓടിക്കുമ്പോഴും ഇങ്ങനെ തന്നെയാട്ടോ. ഇതൊന്നും ചില കയറ്റമൊക്കെ കയറും. അപ്പൊ നമ്മൾ ലോയിലിട്ടിട്ടാണ്, അല്ലേ അതും കൂടി കയറില്ല വണ്ടി. ആ പകുതി വണ്ടി അങ്ങനെ തന്നെ. അത് ഈ വണ്ടീനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ കുടുങ്ങി കിടന്ന് നമ്മള് ഇതാകുമ്പോൾ നോർമലാക്കി ഹൈ ഗിയറിലിട്ട്. ഹൈ ഗിയർ മീൻസ് നമുക്ക് നോർമലായിട്ടുള്ള ഹൈവേ പോലത്തെ റോഡിലൊക്കെ നല്ലോണം പറക്കാം. ഓഫ് റോഡ് സെറ്റപ്പിലേക്ക് വരുമ്പോൾ 4 വീലിലേക്ക് ഇടുക. ഒന്നും നോക്കണം, 4 വീലിലേക്ക് ഇടുക. എന്നിട്ട് ലോയിലിട്ടാൽ ഇതൊക്കെ നേരത്തെ കുടുങ്ങി കിടന്ന സ്ഥലം. അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്നും കൂടി അറിയുന്നില്ല. അതേസമയം ഫ്രണ്ട് ഭാഗമൊക്കെ ഇങ്ങനെ കുടുങ്ങി കിടക്കുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നേരെ 4 വീല് മാറ്റിയിട്ട് ബാക്കത്തെ ഭാഗം കുടുങ്ങി കിടക്കുവാണെങ്കിൽ ബാക്ക് വീലിലേക്ക് ഇടുക. ബാക്കത്തെ ടയറ് പവർ കൊടുക്കുക. ഫ്രണ്ടത്തെ ഭാഗം മാത്രം ഒന്നും ആക്കാണ്ടിരിക്കുക. ഫ്രണ്ട് കുടുങ്ങിയിട്ട് ഫ്രണ്ടത്തെ ഭാഗത്ത് ഇത്തിരി പവർ കൊടുക്കുക. ഓഫ് റോഡിങ് ആണെങ്കിൽ ഹൈയിലിടണേ. ഇപ്പോൾ ഹൈയിലിടാം. ഓഫ് റോഡിങ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ലോയിലിട്ട് തന്നെ കളിക്കാം. നമുക്കൊന്ന് ഗാരേജിലോട്ടൊക്കെ ഒന്ന് പോവാം. എനിക്കൊന്ന് വണ്ടി മോഡിഫിക്കേഷൻ ചെയ്യാനുണ്ട്. 12,000 ഉണ്ട്. എന്നാൽ നമുക്കൊന്ന് വണ്ടി മോഡിഫിക്കേഷൻ ചെയ്യാലോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് നമ്മൾ മറ്റേ ടെർബോ 1 സ്റ്റേജ് 1 ആണിപ്പോൾ. സ്റ്റേജ് 2, സ്റ്റേജ് 3, സ്റ്റേജ് 4, സ്റ്റേജ് 5 ആക്കിയിട്ടുണ്ട് നമ്മൾ. ഓക്കെ, ടയറ് ഓക്കെ 8 കൊടുത്ത് നമ്മൾ വണ്ടി ഫുള്ള് സെറ്റപ്പിലാക്കുക. എല്ലാം നമ്മൾ അയ്യോ അല്ലേ വേണ്ട, നല്ല ഗ്രിപ്പ് ഉണ്ടാവുന്ന ടയർ നമ്മളിട്ട്. പക്ഷേ നമ്മളത് പോക്കിയിൽ നമുക്കിപ്പോൾ ചെയിൻ വെക്കായിരുന്നു വണ്ടിയിൽ.
ഞാൻ അപ്ഗ്രേഡ്സിൽ ഒന്ന് കസ്റ്റമൈസിൽ പോട്ടെ. ഫ്ലാഗ് വെക്കണോ? ഫ്ലാഗ് 2. ഓക്കെ ഗൈസ്, അപ്പം നമ്മളെ ഫ്ലാഗ് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി കസ്റ്റമൈസിൽ പോയിട്ട് എന്തെങ്കിലും റാപ്പ് വെക്കുകയാണോ? ഇത് വേണോ? ഭംഗിയുണ്ടോ? ഇത് കുഴപ്പമില്ല. ബട്ട് ഐ ഡോണ്ട് ലൈക്ക്. തുരുമ്പെടുത്ത വണ്ടി ഉണ്ട് ഗൈസ്. ഈ ടയറും ഗൈസ്, നിർഭാഗ്യവശാൽ നമ്മളെ കയ്യിൽ 5ൻ്റെ കാശില്ല. നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഗ്രില്ലൊന്നും വെക്കാൻ പറ്റില്ല. ബോഡി ബമ്പറൊക്കെ വെക്കാം. റിയർ ബമ്പർ, ഒന്നും ആവശ്യമില്ലല്ലോ. അത് കൊള്ളാം, അത് വേണം. അത് ഞാൻ വെക്കുന്നുണ്ട്. അതെനിക്ക് നിർബന്ധം. കേജ് വേണ്ട. റണ്ണിങ് ബോർഡ്, റൂഫ് ലൈറ്റ് ഇതിരിക്കട്ടെ. ഓക്കെ ഗൈസ്, നമ്മൾ വെക്കുന്നു. ഓക്കെ, നമ്മൾ വണ്ടി ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഓക്കെ അപ്പം ഇത് മതി തോന്നില്ലേ? ഭംഗിയുണ്ടോ? ഫ്ലാഗ് റിമൂവ്, ഫ്ലാഗ്. ഇന്ത്യ ഉണ്ടാവുമോ? അതാ ഇന്ത്യ അല്ലേ ഇപ്പോൾ വന്ന്. ഞാനിത് കണ്ടിട്ട് ഇന്ത്യ എന്ന് വിചാരിച്ചു. ഇതാ ഇന്ത്യ. അല്ലേ നമുക്ക് താത്തി വെച്ചാലോ? ശേഷം ഓക്കെ, സെറ്റ്. ഇനി ഫ്ലാഗ് 2. നമുക്ക് ഈ ഭാഗത്തേക്ക് വെക്കാം. ഓക്കെ, നമുക്ക് അത് ഇന്ത്യ തന്നെ എടുക്കാം. അല്ല, ഇന്ത്യ പോയല്ലോ. ഓക്കെ, ഇപ്പോൾ തോന്നി നമുക്കൊന്ന് പ്ലേ ചെയ്യാം. സിംഗിൾ പ്ലെയർ വുഡ്ലാൻഡ്സ്. ഇതിലെങ്ങനെയെങ്കിലും എനിക്കൊന്ന് പൈസ ഉണ്ടാക്കണം.
ആ ഫ്ലാഗ് അങ്ങനെ ഇരുന്നിട്ടൊന്നും കാണുന്നില്ല എനിക്ക്. ഞാനൊരു കാര്യം ചെയ്യട്ടെ. നമുക്ക് ഇത്ര വെക്കാം, ഇത്തിരി കൂടെ. ഓക്കെ, ഫ്ലാഗ് 2, ഫ്ലാഗ് 2ഉം രണ്ട് സെറ്റല്ലേ? ഓ, രണ്ടും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണ്ടേ? ഇങ്ങനെ ഇപ്പം നമുക്ക് കളിക്കാൻ പറ്റുമോ? ഇനി നമുക്ക് കളിക്കാൻ പറ്റുമോ? അപ്പോൾ മര്യാദയ്ക്ക് നോക്കട്ടെ ഗൈസ്. അപ്പോൾ ഞാൻ വീണ്ടും പറയാണ്, ലൈക്ക് ചെയ്യാത്തവർക്ക് ലൈക്ക് ചെയ്യുക. വീട്ടിലിപ്പോൾ ഒരു തുള്ളി കറണ്ടില്ല. വണ്ടി കൊള്ളാല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കയറ്റമൊക്കെ കയറ്റേണ്ട കാര്യം. ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ് ഇതുപോലത്തെ ചെളി പെട്ടാലും. അതുകൊണ്ട് ഇപ്പം ലേശ പോവും. 4 വീലിട്ടൊക്കെ ലോറിട്ടപ്പോൾ കണ്ട ഈസി ആയിട്ട് പോകുന്നത്. നമ്മളിപ്പോൾ നോർമലിലാക്കി, ഞാൻ അധികമൊന്നും പോകുന്നില്ല, ലോലാക്കി 4 വീലാക്കിയപ്പോൾ നോക്ക് ചെളിയൊന്നും ഒന്നുമില്ല. ഇതാ ഗൈസ്, ഞാനൊരു കാര്യം, ഞാൻ നേരത്തെ ഇപ്പം നമ്മൾ ബാക്കത്തെ ടയറിനാണ് ഇത്തിരി കൂടി പവർ വെച്ചത്. കേട്ടോ, 4 വീലാക്കിയപ്പോൾ നോക്കി ഈസി ആയിട്ട് പോയി. 2 വീൽ ഹൈയിലാക്കിയാൽ തീരെ പോകുന്നില്ല. 4 വീലാക്കിയാൽ കണ്ടോ ഈസി ആയിട്ടാണ് കയറുന്ന വണ്ടി. ഈ ഗെയിമിന് അത്യാവശ്യം നല്ല ഗ്രാഫിക്സും ഉണ്ട്. ഓക്കെ, ഫോളോ ക്യാമറ ഇടാം. ഇതരാകുമ്പോൾ നോർമൽ മോഡിലിട്ട് ഈ കയറ്റം കയറുമോ? ഇല്ല, ഇതും കയറില്ല. അപ്പം ഞാൻ ലോയിലിട്ട് നോർമൽ മോഡിൽ തന്നെ ഇട്ട് ഇതൊക്കെ ഈസി പീസി. അപ്പം ഞാൻ റേസിന് പോട്ടെ. ഓക്കെ, യെസ്, 600 രൂപ കിട്ടി. ഇത് നമ്മൾ ഹൈ മോഡിലിട്ടാൽ കയറുമോയെന്ന് എനിക്ക് സംശയം. ഇല്ല ഗായ്സ്, അതൊന്നും ഒരു വണ്ടി കയറൂല. അല്ല, ഒരു വണ്ടിയും എന്നല്ല, നമുക്കറിയില്ലല്ലോ. ഈ സ്പീഡ് കിട്ടുക കുറച്ചുകൂടി ഒന്ന് ഫ്രണ്ടത്തേലാ തോന്നുന്നു. ഓ, ചെന്ന് ചെളി പെട്ട് കൊടുക്കല്ല. നമുക്ക് ഇന്ന് വണ്ടിയിൽ നിന്നൊക്കെ പുറത്തിറങ്ങാൻ പറ്റും.
ഓക്കെ, ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മളെ വണ്ടിക്ക് എന്ത് ലുക്കാ. ഓ, തമ്മനയിലൊക്കെ വെക്കാൻ പറ്റിയ ഫോട്ടോ, പറ്റിയ പിക്ക്. ഇതിൽ വണ്ടി കയറട്ടെ. അടുത്ത റേസ് എനിക്കിങ്ങനെ ഇല്ലാത്ത റേസ് മൊത്തത്തിൽ ഇങ്ങനെ കയറി പിടിക്കണം. ഇതെത്ര രൂപ കിട്ടും? ഫസ്റ്റ് പ്രൈസ് 2.20 സെക്കൻഡ് 2000 രൂപ കിട്ടും. ഞാനൊരു ടെക്നോളജി ഉപയോഗിച്ചു. ഓക്കെ, ഞാൻ ഇത് നമ്മളെ മോഡിലിട്ട് ഓ 26 നമുക്ക് അടിക്കാൻ പറ്റും. 2000 രൂപയും കൊണ്ടേ ഞാൻ പോവും. ഇതെങ്ങോട്ടാ? ഓ 58 1 മിനിറ്റ് ആവുന്നു. നമ്മളെ കൊണ്ട് പറ്റും. ഇട് മോഡലിട്. ഗൈസ് പോയി തോന്നുന്നു കയ്യിൽ നിന്ന്. ഇല്ല, നമ്മളെ കൊണ്ട് പറ്റും. ഇവർ തൊലക്കൻ്റെ വഴിയും കൊണ്ടുവച്ചിട്ട് ഇതെന്ത് വലിയ റേസ് അത്. ഇത്രയും വലിയ റേസൊക്കെ ഉണ്ട്. റേസ് ക്യാൻസൽ ചെയ്തു. സോറി ഗൈസ്, പറ്റിയില്ല. അയ്യേ, ഫസ്റ്റ് പ്രൈസ് 1000 ഉള്ളൂ. ഇത് വേണം, നമുക്ക് നല്ല പൈസ ഇട്ട് നോക്കാം. അത് ഈസി ആയിട്ടുള്ളത്. ഇതൊക്കെ കണ്ടിട്ട് ഈസിയാ തോന്നുന്നു. വേണ്ട, ചിലപ്പോൾ അതൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ചാടിക്കാൻ പറയാൻ പറ്റില്ലേ. എൻ്റെ സൗണ്ടിലൊക്കെ വ്യത്യാസം വന്നിട്ട് സോറി, എനിക്ക് പനിയായിരുന്നു. ഞാൻ ചെയ്യാൻ, എനിക്ക് എപ്പോഴും പനിയാ. വണ്ടി അതാ ഫുള്ള് ഇടിക്കുന്നു. ഇതിനെത്രയാ? ഇതൊക്കെ ഫസ്റ്റ് പ്രൈസ് 1000 ഉള്ളൂ. അതുക്കും മേലെ ഇത് 1250 ഉണ്ട്. പക്ഷെ വേണ്ട ഗൈസ്, നോക്കാല്ലേ. ലാസ്റ്റ് പ്രൈസ് 700 ഉണ്ട്. ഓ, ഇത്രയേ ഉള്ളൂ. അങ്ങനെയാണ് ഫസ്റ്റ് പ്രൈസ് ഒരു. അയ്യോ പോയി. സെക്കൻഡ് പ്രൈസ് അടിക്കാൻ പറ്റുമോ? തേർഡും ഇല്ല. തേർഡും ഇല്ല. ആയിരം ഒരു കൈ നോക്കാം. ഗൈസ്, ഞാനിപ്പോൾ ഗെയിം കളിക്കുന്ന ഒരു റൂമിലിരുന്നിട്ടാ. നല്ല കൂട്ടിട്ടുണ്ട് ഇവിടെ. ആരും ഇവിടെ ഇല്ല.
എൻ്റെ വീട്ടിൽ ഓരൊക്കെ അപ്പുറത്തെ വീട്ടിലേക്കാണ്. ഞാൻ മാത്രം ഇവിടെ ഒറ്റയ്ക്ക. യെസ്, ജയിച്ച്. ഇതിത്തിരി ടാസ്ക് ആവാം. ഇത് ചെളിയിലൂടെ ഒക്കെ പോകേണ്ടതായിരിക്കും. ഉറപ്പ് ഇത് ചെളിയിലൂടെ പോകേണ്ട കാര്യമാണ്. ഞാൻ പറഞ്ഞില്ലേ ഇത് ചെളിയിലൂടെ പോകേണ്ടി വരുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു കാര്യം ഇവിടെ നടക്കൂലേ. നൈറ്റ് റോഡിൽ വെക്കുമ്പോൾ നമുക്ക് വണ്ടിക്ക് ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞാ പോകുന്നത്. എടുത്ത ഏതാ വഴി? ഈ കാലന്മാര് ഇതുപോലത്തെ വഴിയെ വരുന്നു. എൻ്റെ വണ്ടീനെ ആ ചേസൊക്കെ പൊട്ടിപ്പോവല്ലോ. വണ്ടീൻ്റെ അടിയത്തെ ചേസ്. എവിടെ ഏത് കാട്ടിലെ വഴിയത്? ഇതുപോലത്തെ റൂട്ടൊക്കെ ഉണ്ടാവും. റേസ് ക്യാൻസൽ കൊടുക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. ഇതല്ലാണ്ട് ഇവന്മാര് തന്നെ തേങ്ങ ഓരോ കാട്ടിൽ കൊണ്ട് ചറക്കിയിട്ടേ. ഞാൻ വെറുതെ സിനിമാറ്റിക്കിലൊക്കെ ഇട്ട് കളിച്ച. എന്തപ്പത്? ഞാൻ ഈ മാപ്പൊന്ന് ഈ റേസ് ഒന്ന് എടുത്തു നോക്കട്ടെ. ഈ വീഡിയോ ഇത്ര മതി തോന്നുന്നു. അപ്പോൾ ഗൈസ്, ഈ റേസും ഇതിൻ്റെ ബാക്കിയായിട്ട് ഞാൻ വീണ്ടും വരാം. ഓക്കെ, ബായ്. നമ്മളെ വണ്ടി എങ്ങനെയുണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ പ്ലീസ്.